ഗ്രാമപഞ്ചായത്ത് 4, 9, 10 വാർഡുകളിലെ ശുദ്ധജലക്ഷാമം അകറ്റുവാൻ ലക്ഷ്യമിട്ട നെടുമ്പാറ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടമ്മമാരടക്കം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ഉപരോധ സമരം നടത്തി. മണിക്കൂറുകൾ നീണ്ട സമരത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ഒട്ടേറെ പേർ പങ്കെടുത്തു. പദ്ധതി പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വാക്കുപാലിക്കണമെന്ന പ്രധാന ആവശ്യമുന്നയിച്ചുകൊണ്ടായിരുന്നു വീട്ടമ്മമാരടക്കം സമരരംഗത്തിറങ്ങിയത്. 8 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പാതിവഴിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സമരവുമായി ഗുണഭോക്താക്കൾ രംഗത്തെത്തിയപ്പോൾ പദ്ധതി പൂർത്തീകരണത്തിനായി കൂടുതൽ തുക അനുവദിക്കാമെന്ന് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഈ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കുന്നു. സാധാരണക്കാരായ ഒട്ടേറെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പദ്ധതിയാണ് ഇനിയും പൂർത്തീകരിക്കാൻ കഴിയാത്തത്. പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ മൈലുകൾ താണ്ടിയുള്ള ശുദ്ധജല സ്രോതസ്സിനായുള്ള നെട്ടോട്ടം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് സമരക്കാർ പറയുന്നത്. ഗ്രാമപഞ്ചായത്തിലെ ചില ജനപ്രതിനിധികൾ സമരക്കാരുമായി അനുരഞ്ജന ശ്രമങ്ങൾക്ക് ചർച്ചകൾ നടത്തിയെങ്കിലും വിജയം കണ്ടില്ല. ബുധനാഴ്ച രാവിലെ 11-ന് വിശദമായ ചർച്ച നടത്താമെന്ന് അധികൃതർ ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് സമരക്കാർ ഒരു ദിവസത്തേക്ക് സമരം അവസാനിപ്പിച്ചത്. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ നിരാഹാരമടക്കമുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. ജലനിധി പദ്ധതിയിൽ നെടുമ്പാറ പദ്ധതി ഉൾപ്പെടുത്തുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഇതും ഇപ്പോൾ എങ്ങുമെത്താത്ത സാഹചര്യമാണുള്ളതെന്നും ഇതിൽ പഞ്ചായത്ത് അധികൃതർ അനാസ്ഥയാണുള്ളതെന്നും സമരക്കാർ വ്യക്തമാക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാമെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും ഇത് ലഭ്യമാക്കുന്നതിന് അധികൃതർ തടസ്സം നിന്നതായും സമരക്കാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടന്ന ഉപരോധ സമരം വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി മേഖലാ പ്രസിഡന്റ് ഫാദർ മാത്യു വട്ടമല ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ റോസമ്മ ചാക്കോ, MD ജോസഫ് മറ്റത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മനോജ് നെടുമ്പാറ, സുമാ സന്തോഷ്, ബിനോയ് മൂന്നുതൊട്ടി തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ കോഴിയുടെ മുളകോട് പോലെയാ പരിപാടി. നാളെ തന്നെ ചേരാൻ പറഞ്ഞു. അത് നടക്കുന്ന കാര്യമില്ല. ഇനി ഒരു അടി മുന്നോട്ട് പുറകോട്ട് മുട്ടിന് അവിടെ ഇവിടെ ടാറിക്കരുത്. പൂച്ചേച്ചി പറയും ഞങ്ങൾ അവിടെ വഴി വിടാം. ഉടനെ പോയി ഉദ്ഘാടനം കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ ഞാൻ എങ്ങനെയാണ് സാറിനെ കൊണ്ടുപോകോളാം, സാറൊന്ന് വന്ന് കാണാൻ പറയുമ്പോൾ സാറിന് ബ്ലോക്ക് മെമ്പർ ടീച്ചർ വരെ വന്നിട്ട് പറയും പെണ്ണമ്മ എന്നാ കളിയാൻ സാറേ സങ്കടമുണ്ട്, കാശ് കൊടുത്ത് പഠിച്ച സിമെന്റും മെറ്റിലും മണലും എല്ലാം കൂടെ കൂട്ടി കഴിച്ച് പാറ കിടക്കുക, ഞങ്ങൾക്കത് കോൺക്രീറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല, ബ്ലോക്ക് ആക്കി ഇട്ടിരിക്കണം. ഇവിടെ വന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് എങ്ങനെയെങ്കിലും നടക്കണം, അതാണോ പറയേണ്ടത് സാറേ? അത് കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചർ ബ്ലോക്കിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു പെണ്ണമ്മ എഞ്ചിനീയർ പറഞ്ഞു ഇതിനെന്താ കുഴപ്പമിരിക്കണേ, പണി നടക്കട്ടെന്ന് പറഞ്ഞു. അയാൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അയാൾ അത്രയും പൈസ പോകാതെ ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങൾ ആ പണി ടാങ്ക് വാർത്ത് കയറി. ഇപ്പൊ ടാങ്ക് പറമ്പിൽ കിടപ്പുണ്ട്, ഇത് കെട്ടിക്കേറിയിട്ടുണ്ട്, മോട്ടോർ വരെ പണിതിട്ടുണ്ട്, അതിന് വാതിലില്ല, ഇത് മോട്ടോർ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്, അതിന് എല്ലാ ഇതിലുണ്ട് 10, 20, 40, 42 പൈപ്പോളം വഴിയിലും കിടപ്പുണ്ട്. നിങ്ങളുടെ ഇങ്ങനെ അങ്ങ് വെക്കണം പറഞ്ഞ് വിടുവാണോ വേണ്ടേ? അതൊന്നും സമാധാനം പറയാനോടെ 2 മിനിറ്റ് മുമ്പായിട്ട് വന്നപ്പോ അവർക്ക് അത് ഒന്നാക്കാൻ മേലാഞ്ഞോ? എന്തുകൊണ്ട് അവർ ഒന്നാക്കിയില്ല? എന്തുകൊണ്ട് അവർ ഗേറ്റ് അടച്ച് ഇറങ്ങിപ്പോവും? വാതിലടച്ചിട്ട് എനിക്ക് പോകണമെന്നാണോ പറയേണ്ടത്? ഞങ്ങൾ വന്നവർ ഉദ്യോഗത്തിൽ വന്നവർ എല്ലാവരും അവിടെ കുത്തിയിരിക്കെ അവർ ഗേറ്റ് അടിച്ച് ഇറങ്ങി പോകുക. 160, 150, 170 രൂപ ഞങ്ങൾ വാടക കൊടുത്തുപോയി. അതാണോ മര്യാദ? പൈസ ആ വീട്ടുകാർ പറഞ്ഞ ഒന്നല്ല ടാങ്ക് പൊളിച്ചു കളാം, ഞങ്ങൾ സ്ഥലം തിരിച്ചു വീടിന്റെ ഫ്രണ്ടില് ഫ്രീ ആയിട്ട് വന്ന സ്ഥലം അവരൊന്നല്ല ടാങ്ക് പൊളിച്ചു കളാം, അല്ലെങ്കിൽ അവരുടെ ടാങ്കിന്